എൻ്റെ പേര് ബെറ്റ്സി എന്നാണ്. ഞാൻ കോട്ടയത്താണ് വീട്. ഞാനൊരു നേഴ്സാണ്. കോട്ടയത്തൊക്കെയാണ് പഠിച്ചു വളർന്നതൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചത്. ഞാനിപ്പോൾ ഹൂസ്റ്റണിൽ എൻ്റെ ടെക്സസിൽ എൻ്റെ ചേച്ചീനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഹൂസ്റ്റണിൽ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ഹൂസ്റ്റണിൽ എൻ്റെ മമ്മിയും ചേച്ചിയും ഒക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വരാം, ഈ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് വെച്ചിരിക്കുന്നത് എനിക്കൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സാണെന്ന്. ഞാൻ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് മംഗലാപുരത്ത് പഠിച്ച് അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലായിരുന്നു 1-2 വർഷം. അവിടുന്ന് ഞാൻ അയർലൻഡിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 9-9.5 വർഷമായിട്ട് അയർലൻഡിലായിരുന്നു. ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് 2021 എൻ്റെ ഡാഡി മരിച്ചു. അപ്പം ചേച്ചി, ഞങ്ങൾ 2 പിള്ളേരാണ്, ഞാനും എൻ്റെ ചേച്ചിയും. ചേച്ചി ടെക്സാസിലാണ്. അപ്പം അവരിവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫാമിലിയുടെ വയസ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടിയെന്നൊന്ന് തോന്നി അമേരിക്കയിലോട്ട്. കാരണം 2 പേരും 2 കോണ്ടിനെന്റിലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ 2022 NCLEX RN എഴുതി. സെപ്റ്റംബർ 2022 ഞങ്ങളിങ്ങനെ NCLEX RN എഴുതി. എന്നിട്ടും കാര്യം ഈ അമേരിക്കയിലോട്ട് വരാൻ ഒത്തിരി ടൈം എടുക്കുകയും പിന്നെ ഇപ്പോഴത്തെ EB3 ഗ്രീൻ കാർഡ് വിസ വരുവാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഫാമിലി ഫയൽ ചെയ്യുവാണെങ്കിലും അതല്ല, നമ്മൾ ഫയൽ ചെയ്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വരാനാണെങ്കിൽ ഏകദേശം 10-12 വർഷത്തോളം എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻസിന് നേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ. സോ ഞങ്ങൾ അതുകൊണ്ട് വേറെ എന്ത് വഴി എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഇൻ്റർനെറ്റും കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് ഞാനും സിസ്റ്ററും ഫാമിലി എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ 2023 ജൂൺ ഫെബ്രുവരിയോളം ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ H1B എന്ന് പറഞ്ഞൊരു വിസ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. ഈ കോവിഡിൻ്റെ ഇത് കാരണം, കോവിഡൊക്കെ കാരണം ഈ അമേരിക്കയിൽ നേഴ്സുമാരുടെ ഷോർട്ടേജ് കാരണം അവർ ഓപ്പൺ ഇത് പണ്ട് ഇങ്ങനെ ഒരു വിസ ഉണ്ടായിരുന്നു. പക്ഷെ അധികം ആരും അങ്ങനെ ആ വിസയിൽ നേഴ്സുമാരും അങ്ങനെ കയറി വരത്തില്ല. എഞ്ചിനീയേഴ്സ് വരും. കാരണം നേഴ്സുമാർ സാധാരണ വരുന്നത് EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം അവർ വന്നാൽ അത് സ്ഥിരമായിട്ട് അവർക്ക് 10 വർഷത്തേക്കൊരു വിസയാണ്. ഈ H1B കാരണം 3 വർഷം അത് കഴിഞ്ഞ് റിന്യൂ. അങ്ങനെ ഒരു എന്താണ് അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കും അധികം ആരും അങ്ങനെ പണ്ട് ഇങ്ങനെ ഈ H1B വിസ ഉണ്ടായിരുന്നെങ്കിലും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് അത് അങ്ങനെ ഒരു സാധനം നിർത്തലാക്കി. അത് പിന്നെയും ഫെബ്രുവരി, ഈ 2023 ഫെബ്രുവരിയിൽ അവർ അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ NCLEX എഴുതിയിരുന്നത് കൊണ്ടും ഒക്കെ ഞങ്ങളിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം 2023 തന്നെ മെയ് അവസാനം ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ആണ്. വാഷിങ്ടണിലാണ് ആ ഹോസ്പിറ്റൽ, വാഷിങ്ടൺ സ്റ്റേറ്റ്. അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുകയും അവിടെ അവർ ഗൾഫിലെ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ഈ അയർലൻഡിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ UK നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെ, അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെയൊക്കെ അവർ ഇങ്ങനെ റിക്രൂട്ട്, ഈ H1B വിസ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ആദ്യമേ ഒരു പേടിയായിരുന്നു, എന്താണ് ഈ H1Bയിൽ വന്നാൽ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ക്വിക്കസ്റ്റായിട്ട് കിട്ടാവുന്നതും സെക്വേർഡ് ആണ് ഈ വിസ. കാരണം 3 വർഷത്തേക്കാണ് നമ്മൾ കോൺട്രാക്റ്റ്. അവർ സൈൻ ഓൺ ബോണസും അല്ലാതെ റീലൊക്കേഷൻ അലവൻസും ഒക്കെ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് തന്നിരുന്നു. ഞാൻ വന്നിട്ടിപ്പോൾ 3 മാസമായി. ഞാൻ മെയ് അവസാനം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജൂൺ ആദ്യത്തോടുകൂടി ടെക്സസിലാണ് എൻ്റെ ആദ്യമത്തെ രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. ഞാൻ അവിടുന്ന് അത് എൻഡോസ് ചെയ്ത് വാഷിങ്ടണിലോട്ട് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തു. അതിനൊക്കെ എനിക്ക് ഏകദേശം ഒരു 2 ആഴ്ച ഞാനത് എൻ്റെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്ത് അത് ക്വിക്ക്ലി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് അവരുടെ ടൈമിങ്ങിൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്പീഡപ്പ് ചെയ്യാം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ടൈമിൽ വിളിച്ച് ഇത് എന്താണെന്നൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ ക്വിക്ക് എൻഡോസ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു 3 to 5 വീക്സ് ഒക്കെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ എൻഡോസ്മെൻറ്റ്.
അപ്പം ടെക്സാസിൽ നിന്ന് ഞാൻ എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാഷിങ്ടണിലോട്ട് എൻഡോസ് ചെയ്ത് അത് കിട്ടി. അതിന് കൊലാട്രലായിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കി എൻ്റെ H1Bയുടെ പേപ്പർ വർക്കൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഉള്ള ഒരു സോളിസിറ്റേഴ്സ് ഉണ്ട്. അവർ എൻ്റെ H1B പേപ്പേഴ്സ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് യാതൊരുവിധ പൈസയും ഇങ്ങനെ ഫാമിലി ആയിട്ട് മൂവ് ചെയ്തത് കൊണ്ടുള്ള ചിലവല്ലാതെ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ വിസയുടെ രീതിയിൽ ഒരു യാതൊരുവിധ ചിലവുമില്ല. എൻ്റെ എയർ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. ആൻഡ് ആ റീലൊക്കേഷൻ ബെനിഫിറ്റിൽ നിന്ന് അവരത് ഡിഡക്റ്റ് ചെയ്തോളും. അങ്ങനെ ഈ H1B എനിക്ക് ഏകദേശം ഒരു എല്ലാ കാര്യങ്ങൾ കൂടെ H1Bക്ക് അപ്ലൈ ചെയ്തിട്ടും ജൂലൈ 17-ാം തീയതിയാണ് ഞാൻ H1Bക്ക് ആദ്യമേ വെക്കുന്നത്. H1B ഏകദേശം 3-4 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് അപ്രൂവൽ ആയി കിട്ടി. പിന്നെ അയർലൻഡിൽ നിന്നായതുകൊണ്ട് എനിക്ക് അമേരിക്കയുടെ കൗൺസിലേറ്റിൽ നിന്നൊരു ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തന്നെയും വളരെ എളുപ്പത്തിൽ കിട്ടും. ഇന്ത്യയിൽ ഇത് ഒരു കുറച്ച് ഡിലേ ഉണ്ട്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഈ H1Bയുടെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, അതാണ് വേറൊരു കടമ്പ. ആ ഡേറ്റ് കിട്ടാൻ ഒരു ശകലം താമസമുണ്ട്. അപ്പം എനിക്കിത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൽ പിന്നെ ഞാൻ നേരത്തെ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ചോദ്യോത്തരങ്ങളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഡേറ്റാസോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ ഡയറക്റ്റ് ഹസ്ബൻഡിനോടും ചോദിച്ചു, ഈ വിസയിൽ വരുമ്പോൾ ഹസ്ബൻഡിന് വരുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. H1Bന്ന് ഞാൻ വാഷിങ്ടണിലോട്ട് ഈ വിസ എടുക്കാൻ കാരണം ടെക്സാസിലെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈ വിസ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ 2 വർഷത്തിന് ശേഷമാണ് EB3, അതായത് നമ്മുടെ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാമെന്നുള്ള കോൺട്രാക്റ്റ് തരുന്നത്. പക്ഷേ വാഷിങ്ടണിലാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 3 മാസം കൊണ്ട് നമ്മൾ വന്ന് നമ്മുടെ 3 മാസം കൊണ്ട് ഈ EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് തരാം എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ 2 വർഷം നിന്നാൽ അതിനുള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ H1B കഴിഞ്ഞ് EB3 ഫയൽ ചെയ്താലേ ആ EB3യുടെ പ്രയോറിറ്റി ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് ഈ H1B റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. H1B എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 വർഷ വിസയാണ്. നമുക്ക് സാധാരണ ഈ EB3 അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു 3 വർഷം കൂടെ മാത്രമേ അത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടോട്ടൽ 6 വർഷം. ഈ 6 വർഷം കഴിയുമ്പോൾ നമ്മൾ 1-2 വർഷത്തേക്ക് വേറെ സ്ഥലത്തോട്ട് സാധാരണ മാറണം. അങ്ങനെയാണ് സാധാരണ എഞ്ചിനീയർമാരെ ഒന്നെങ്കിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അങ്ങനെയൊക്കെ വേറൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അങ്ങനെ മറ്റോ ആണ് ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അവരുടെ സെക്ഷനിൽ നിന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അപ്പം നമ്മുടെ അതായത് നേഴ്സുമാരുടെ ഇതിൽ H1Bയിൽ വന്നാൽ നമ്മൾ H1B വന്നു കഴിഞ്ഞിട്ട് ഈ 3 മാസം കഴിഞ്ഞ് EB3 അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഏകദേശം 3-4 മാസം കഴിയുമ്പോൾ അവർ EB3ക്ക് ഉള്ള പേപ്പറെല്ലാം ഇത് അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി ഡേറ്റ് അല്ലെങ്കിൽ I-140 അപ്രൂവൽ ആ ഒരു ഡേറ്റ് കിട്ടും. അപ്പം ആ ഡേറ്റ് കിട്ടിക്കഴിയുമ്പം ആ ഡേറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ഹസ്ബൻഡുമാർക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിനുള്ള എംപ്ലോയി ഓതറൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെല്ലാം കൂടെ ഒരു സാധാരണ ഒരു 8-9 മാസമാണ് അവർ സാധാരണമായിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവർ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രീമിയം ആയിട്ട് ചെയ്യും. അപ്പം ഇച്ചിരിയും കൂടെ, അതായത് സാധാരണ 1 മാസം മുതൽ 6 മാസം എടുക്കുന്ന ഈ പേപ്പർ ഈ അപ്രൂവലിന് 15 ദിവസം കൊണ്ട് എന്താണെങ്കിലും നമ്മൾ EB3 വെച്ച് കഴിയുമ്പോൾ I-140 കിട്ടണം. അല്ലെങ്കിൽ ഈ അപ്രൂവൽ ഡേറ്റ് പ്രയോറിറ്റി ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രീമിയം പ്രോസസ്സിങ് അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റല് സ്പോൺസർ ചെയ്തു തരും. അപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് ബെനിഫിറ്റും എല്ലാം ഔട്ട്വേ ചെയ്ത് ആണ് ടെക്സാസിലാണ് സിസ്റ്ററെങ്കിലും ഞാൻ വാഷിങ്ടണിലോട്ട് വരാം അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ വരുന്നത് നമ്മുടെ വിസ നമ്മളൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ടുള്ള ഒരു പറിച്ചുനടിയിലാണല്ലോ. അപ്പം
അവിടുന്ന് അങ്ങനെ നമ്മൾ മാറുമ്പം നമുക്കൊരു എന്താണ് എന്നുള്ള ഒരു അൺസർട്ടനിറ്റിയോ അല്ലെ ഒരു ഫിയറോ വരരുതല്ലോ. അപ്പോൾ ഒരു സെക്വേർഡ് ആകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വാഷിങ്ടണിലോട്ട് വന്നത്. കാരണം ആദ്യത്തെ ഒരു ദൂരമാണ്, എല്ലാവരും പറയും തണുപ്പുണ്ടെന്ന്, പക്ഷെ അയർലൻഡിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ നല്ല കാലാവസ്ഥയായിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വാഷിങ്ടൺ എന്ന് പറയുന്നത് വാഷിങ്ടൺ സ്റ്റേറ്റ് ആണ്. വാഷിങ്ടൺ DC സ്റ്റേറ്റും രണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് അത് ആദ്യമേ അറിയത്തില്ലായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊക്കെ അല്ലെ നമ്മുടെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊക്കെ അറിയാവുന്നത്. സോ ഞങ്ങൾ ഈ ഒരു കാരണം കൊണ്ടാണ് ടെക്സാസിന്റെ ഓഫർ എടുക്കാതെ വാഷിങ്ടണിലെ ഓഫർ കറന്റ് എടുത്തത്. ഇനി ഫ്യൂച്ചറിൽ ടെക്സാസിലൊക്കെ ഈ ഓഫറായിട്ട് കയറി വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം നിലവിൽ അലാസ്കയും ഈ വാഷിങ്ടണും ഇങ്ങനെ 2 സ്ഥലമാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ പറയാൻ പറ്റുന്നത്, എനിക്കിതിനെക്കുറിച്ച് വളരെ ഇപ്പോൾ വാഷിങ്ടണിലുണ്ട് ഇങ്ങനൊരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുന്നത്. അതല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇപ്പം ഒരു ഏജൻസി അവർ നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പൈസയൊന്നും മേടിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ അവർക്ക് കൊടുക്കുമായിരിക്കും. അപ്പം ഒബ്വിയസ്ലി അതായിരിക്കണമല്ലോ. അപ്പം അവരുടെ ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി, അവർ പണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ അമേരിക്കയിലോട്ട് റിക്രൂട്ട് ചെയ്ത് നടത്തിയിരുന്നതാണ്. അവർ പിന്നെ ഒരിടയ്ക്ക് നിർത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം EB3 ഒന്നും ഇല്ലാതെ, കാരണം അവർ ജെനുവിനായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ആസ് ഫാർ ആസ് ഐ നോ. അപ്പം അവരിപ്പോഴും UK, അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലോട്ട് ധാരാളമായിട്ട് നഴ്സുമാരെ കൊണ്ടുവരുന്നത്. അപ്പം അവർ ത്രൂ ആണ് എനിക്കിങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുമായിരുന്നു ഇന്റർവ്യൂ ത്രൂ. അത് കഴിഞ്ഞിട്ട് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം പലവരും ഞാനിവിടെ വന്നതിന് ശേഷം എന്നോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം ഞങ്ങളിവിടെ എത്തിയെന്ന്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഞാനും ഫാമിലി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയന് മെയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മെയിൽ അമേരിക്ക വന്നിരുന്നത് കൊണ്ട് ടൈം സോൺ എളുപ്പമുള്ളായിരുന്നല്ലോ. ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ളതുകൊണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അന്ന് മെയിൽ ഇവിടെ 2023 മെയ്യിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് സെപ്റ്റംബർ ഞങ്ങളിവിടെ തിരിച്ച് വീണ്ടും ഒരു ജോലിക്കായിട്ടല്ലേ ഞങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ കാർഡ് കാരണം എല്ലാവരും ഗ്രീൻ കാർഡിന് ഉള്ള ഡിലേ കാരണം എല്ലാവരും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കാവുന്ന ഒരു വിസയാണിത്. റിസ്ക്കാണ്. ഇതിൻ്റെ ഭാവി എന്താണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പം ഉള്ള ഞങ്ങളുടെ പ്രതീക്ഷ ഇത് H1B ഈ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 വർഷമോ അല്ല ഇത് അൺലിമിറ്റഡ് ആയിട്ട് അവർ റിന്യൂ ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിയമം ഉള്ളതാണ്. അൺലിമിറ്റഡ് ആയിട്ട് അവർ ഓരോ 3 വർഷം കൂടി ഓരോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എംപ്ലോയർ H1B റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം EB3 ഇവർ ഫയൽ ചെയ്യുമെന്ന്, ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസം കൊണ്ട്. അത് സാധാരണ എല്ലാവർക്കും എടുക്കുന്നത് പോലെ, അതായത് സാധാരണ ഇന്ത്യയിൽ ജനിച്ച, ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്, പക്ഷെ എൻ്റെ ബർത്ത് പ്ലേസ് ഇന്ത്യയിലായതുകൊണ്ട് എൻ്റെ ബർത്ത് പ്ലേസ് ആണ് വാലിഡായിട്ട് നോക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഏകദേശം ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ് ആ വിസയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇതെപ്പോഴത്തേക്ക് കിട്ടുമെന്നോ ഇത് നമ്മളുടെ ഏതെങ്കിലും ഇനി അത് നീണ്ടു പോകുമോന്നോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴും ഒത്തിരി അനേക ലക്ഷം ആളുകളുടെ പേപ്പർ വർക്കുകൾ EB3 കൊണ്ടുവരുന്നത്. അപ്പം അവർ ത്രൂ ആണ് എനിക്കിങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുമായിരുന്നു ഇന്റർവ്യൂ ത്രൂ.
അത് കഴിഞ്ഞിട്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം പലവരും ഞാനിവിടെ വന്നതിന് ശേഷം എന്നോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം ഞങ്ങളിവിടെ എത്തിയതെന്ന്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഞാനും ഫാമിലി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയന് മെയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മെയ്യിൽ അമേരിക്ക വന്നിരുന്നത് കൊണ്ട് ടൈം സോൺ എളുപ്പമുള്ളായിരുന്നല്ലോ. ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ളതുകൊണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അന്ന് മെയ്യിൽ ഇവിടെ 2023 മെയ്യിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് സെപ്റ്റംബറിൽ ഞങ്ങളിവിടെ തിരിച്ച് വീണ്ടും ഒരു ജോലിക്കായിട്ടല്ലേ ഞങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ കാർഡ് കാരണം എല്ലാവരും ഗ്രീൻ കാർഡിന് ഉള്ള ഡിലേ കാരണം എല്ലാവരും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കാവുന്ന ഒരു വിസയാണിത്. റിസ്ക്കാണ്. ഇതിൻ്റെ ഭാവി എന്താണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പം ഉള്ള ഞങ്ങളുടെ പ്രതീക്ഷ ഇത് H1B ഈ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 വർഷമോ അല്ലെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് അവർ റിന്യൂ ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിയമം ഉള്ളതാണ്. അൺലിമിറ്റഡ് ആയിട്ട് അവർ ഓരോ 3 വർഷം കൂടി ഓരോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എംപ്ലോയർ H1B റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം EB3 ഇവർ ഫയൽ ചെയ്യുമെന്ന്, ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസം കൊണ്ട്. അത് സാധാരണ എല്ലാവർക്കും എടുക്കുന്നത് പോലെ, അതായത് സാധാരണ ഇന്ത്യയിൽ ജനിച്ച, ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്, പക്ഷെ എൻ്റെ ബർത്ത് പ്ലേസ് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത് പ്ലേസ് ആണ് വാലിഡായിട്ട് നോക്കുന്നത്. അപ്പം ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഏകദേശം ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ് ആ വിസയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇതെപ്പോഴത്തേക്ക് കിട്ടുമെന്നോ ഇത് നമ്മളുടെ ഏതെങ്കിലും ഇനി അത് നീണ്ടു പോകുമോന്നോ ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴും ഒത്തിരി അനേക ലക്ഷം ആളുകളുടെ പേപ്പർ വർക്കുകൾ EB3 കിടപ്പുണ്ട്. അപ്പം നമ്മളുടെ നഴ്സുമാരുടെ അത് വേറെ രീതിയിലാണെന്നോ അല്ലെ നമ്മുടെ സെയിം തന്നെയാണോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം അറിയാവുന്നത് ഈ H1B നമുക്ക് 3 വർഷം എവറി 3 ഇയേഴ്സ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാഷിങ്ടൺ എന്ന സ്ഥലം നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. ക്ലൈമറ്റ് തണുപ്പാണ്, പക്ഷെ ഞങ്ങൾ UK-യിൽ നിന്നൊക്കെ മാറിയത് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അധികം മൈൽഡ് തണുപ്പാണ്, വലിയ ഇതൊന്നുമില്ല. നല്ല പിന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ്, നല്ല സൈറ്റ് സീയിങ്ങിനുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. മൗണ്ട് റെനീർ എന്ന് പറഞ്ഞൊരു സുന്ദരമായിട്ടൊരു മൗണ്ടൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ. അത് നമുക്ക് വാഷിങ്ടണിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലത്ത് നിന്നാലും ഈ മൗണ്ട് റെനീറിൻ്റെ വ്യൂ കിട്ടും. പിന്നെ അപ്പം ഈ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പം യങ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് വരാനും തുടങ്ങാനും പറ്റുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അപ്പം ശരി. ഇവിടുത്തെ ജോലി, അയർലൻഡിലെ ജോലി, നമ്മുടെ ഡിഫൻസ് ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഓങ്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. ഞാൻ അയർലൻഡിലായിരുന്നപ്പം മെഡിക്കൽ സർജിക്കൽ കാർഡിയാക്ക് വാർഡുകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ഒരു അമേരിക്കൻ മാനേജ്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഏകദേശം സിസ്റ്റമൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടില്ല. ഇവർ 6 ആഴ്ച മുതൽ ഒരു 3 മാസം അല്ലെ അതിന് മേളിൽ വേണം എന്നുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് ഒക്കെ തന്നിട്ടേ നമ്മളെ എടുക്കത്തുള്ളൂ. എനിക്കൊരു 6 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. എന്നെ ഒറ്റയ്ക്ക് കാര്യമായിട്ട് തന്നെ ഒറ്റയ്ക്ക് ജോലിക്ക് ഇടാൻ തുടങ്ങിയിരുന്നു. പറഞ്ഞ പോലെ മെഡിക്കൽ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് ICUവിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇത് നമ്മളുടെ ജോലിയിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ പ്രത്യേകിച്ച് വലിയ ഈ 6 ആഴ്ച ഓറിയൻറ്റേഷൻ കൊണ്ട് ഞാൻ വളരെ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ എൻ്റെ ഈ പറഞ്ഞ മെഡിക്കൽ
സർജിക്കൽ ICU എക്സ്പീരിയൻസുകൾക്കാണ് ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇപ്പം. സാധാരണ അയർലൻഡിലോട്ടോ UK-ലോട്ടൊക്കെ ഈ നിയോനൈറ്റിലോ പീഡിയാട്രിക് ICU ഒക്കെ ഒത്തിരി റിക്രൂട്ട്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവിൽ ഇപ്പം മെഡിക്കൽ സർജിക്കൽ ഉള്ള നഴ്സുമാരെയാണ് ഇവർ കൂടുതലും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം മെഡിക്കൽ ഓങ്കോളജിയിലാണ് ഞാൻ, മെഡിക്കൽ ആൻഡ് ഓങ്കോളജി, അവിടുത്തെ മെഡിക്കൽ പേഷ്യൻസിനെയാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. എനിക്ക് ഓങ്കോളജിയിൽ വളരെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം വളരെ കുറച്ച് എടുക്കത്തില്ല എന്നല്ല, വളരെ കുറച്ച് പേഷ്യൻസിനാണ് ഓങ്കോളജി ഉള്ളത്. അതിന് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ, ഈ ഓങ്കോളജിയിലൊക്കെ ആണെങ്കിലും കീമോ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് നഴ്സസ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യണം കീമോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതല്ല ഇപ്പം ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ അക്യൂട്ട് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ സർട്ടിഫിക്കേഷൻസ് ആൻഡ് അതിൻ്റെ എക്സാംസ് പാസ്സാകണം. അപ്പം അതൊക്കെ ഞാനിപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം ഞാൻ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. സെപ്റ്റംബർ 11-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പം ഡിസംബർ 11 ആയപ്പോൾ എനിക്ക് 3 മാസമായി. 3 മാസം ആയപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. ചോദിക്കുന്നതിന് മുന്നേ അവരെനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഇന്ന് 3 മാസമായി, ഇങ്ങനെ സോളിസിറ്ററിനെ വെച്ചിട്ട് EB3ക്ക് അപ്ലൈ ചെയ്യാനുള്ള പേപ്പർ വർക്ക് നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തോ DOL ഇവരുടെ ലൈസൻസിങ് ഓതറൈസേഷനിൽ നിന്ന് എന്തോ അപ്രൂവൽ ലെറ്റർ എന്തോ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോൾ, പിന്നെ അറിയാലോ ഡിസംബർ ക്രിസ്മസിൻ്റെ മാസമാണ്. അപ്പം അതിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടുള്ളൊരു ഡിലേ ഉണ്ട്. അപ്പം എൻ്റെ ഇതുവരെ EB3 അപ്ലൈ ആയിട്ടില്ല. EB3 അപ്ലൈ ആവുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇതിൻ്റെ ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം. ശരി. പിള്ളേരുടെ സ്കൂളിങ്ങും ഡ്രൈവിങ്ങിനെ പറ്റി പിള്ളേരുടെ സ്കൂളിങ്ങിനെയും ഡ്രൈവിങ്ങിനെയും കുറിച്ച്. എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ 6 വയസ്സ്, ഇസബella. രണ്ടാമത്തെ ആള് ഇസ്ഹാഖ്, അവൻ 2 വയസ്സ്. അപ്പം രണ്ടാമത്തെ ആളാണ് ഒരു രീതിയിൽ ഈ മൂവ്മെന്റ് ഒന്നും ഞങ്ങളുടെ ഈ റീലൊക്കേഷൻ ഒന്നും അയാളെ ബാധിച്ചിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ ആദ്യത്തെ മൂത്ത കുട്ടി, അവള് അയർലൻഡില് കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഒത്തിരി സുഹൃത്തുക്കളെയും എല്ലാം അയർലൻഡിലെ മിസ് ചെയ്യുന്നുണ്ട്. അയർലൻഡിലെ പോലെ ഒരു സാഹചര്യം അല്ല അമേരിക്കയിൽ. ഇച്ചിരിയും കൂടെ സേഫ്റ്റി ഇഷ്യൂ കാരണം അറിയാമല്ലോ, നമ്മൾ അധികം കുട്ടികളെ ഒന്നും അങ്ങനെ പുറത്തോട്ട് വിടത്തില്ല. എന്നാൽ നമ്മളുടെ ഒരു നാടൻ ഒരു രീതിയാണ്, അല്ലെ നമ്മളുടെ നാടനല്ല, നമ്മുടെ ഒക്കെ പേരൻസിൻ്റെ ഒക്കെ കാലത്തുള്ള രീതിയാണ് അയർലൻഡിൽ കുട്ടികളുടെ ഭയങ്കര സേഫ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങുമോ പോവോ, അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും വീടിൻ്റെ ഏരിയയിലോട്ടോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയാൽ എല്ലാവരും ആ കുഞ്ഞുങ്ങളിൽ ഒരു കണ്ണ്, നമ്മൾ പേരൻസ് വേണമെന്നില്ല, ആരെയും ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അങ്ങനെ തിരിച്ച് ഏതെങ്കിലും ഒക്കെ സമയത്ത് തിരിച്ച് കയറി വരും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അയർലൻഡിലുള്ളത്. പക്ഷെ അമേരിക്കയിൽ വന്നപ്പോൾ അവൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെയാണ്. കാരണം വീടിനുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് യാർഡിൽ മാത്രമാണല്ലോ അവരുടെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു സർക്കിള് സ്ലോലി മേക്ക് ചെയ്യും. നമുക്കിവിടെ നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റിയും, അല്ലെ ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ആണ്, അപ്പോൾ അവരുടെ ചർച്ചും അല്ലെങ്കിൽ കാത്തലിക്സിൻ്റെ ഒക്കെ ചർച്ചൊക്കെ ഉണ്ട്. അപ്പം അത് സെറ്റ് ആയിക്കോളും. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൂടെ ഫ്രീ ആയിട്ട് എന്താ പറയുക, വലിയ കാര്യമായിട്ട് ഹോംവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു. അത് ആദ്യമേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കുഞ്ഞ് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വന്നിരുന്നത് കൊണ്ട് അവൾക്ക് ഇപ്പൊ ബോറിംഗ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ കളി സ്കൂളിങ്ങൊക്കെ എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ വീട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിനോടനുബന്ധിച്ചുള്ള സ്കൂളുകളിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഏത് സ്കൂളാണ് നല്ലത് എന്ന് നോക്കിയെടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം ഇവിടെ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ ചെയ്തത്, ഇപ്പം വാഷിങ്ടൺ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല അവര് പറഞ്ഞു തരും. നമുക്ക് അവരോട് നമ്മളിങ്ങനെ ചോദിക്കാതെ
ഇവിടുന്ന് ആരും നമ്മളോട് ഇന്ന ചെയ്യണമെന്നൊന്നും പറയത്തില്ല. അപ്പം ഇങ്ങനെ ഏത് സ്കൂളാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്കൂള് കുഴപ്പമില്ല, നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ട്രൂ സ്കൂൾ റേറ്റിംഗ് ഒക്കെ നോക്കിയാൽ മതി, ഓൺലൈനിൽ തന്നെ കിട്ടും. പിന്നെ ക്രൈം റേറ്റും ഒക്കെ നോക്കിയാണ് നമ്മൾ വീടിന്റെ സ്ഥലം ഏത് സ്ഥലത്ത് വേണമെന്ന് നമ്മൾ റെന്റ് എടുക്കാവുന്നതെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു 2 bedroom അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പം ഞങ്ങൾ റെന്റിന് എടുത്തിരിക്കുന്നത്. തൽക്കാലം ഒന്നൊരു ബിഗിനിങ്ങിന് 2 കുഞ്ഞുങ്ങളുള്ള ഒരു ഫാമിലിക്ക് തൽക്കാലം അത് മതിയാകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇതെല്ലാം എക്സ്പെൻസീവ് ആണ് വാഷിങ്ടണിൽ റെന്റും കാര്യങ്ങളും ഒക്കെ. അപ്പം സ്കൂള് അതിന് ആ ലിമിറ്റിനുള്ളിലുള്ള ഒരു സ്കൂളിലോട്ട് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് സ്കൂൾ ഓപ്ഷൻസാണ്. അത് നമുക്ക് അഫോർഡ് ചെയ്യത്തില്ലായിരുന്നത് കൊണ്ട്, നമ്മളിങ്ങനെ റീലൊക്കേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പബ്ലിക് സ്കൂളാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം ബെല്ല എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത്. അപ്പം അവള് ആദ്യത്തെ ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് പെട്ടെന്ന് അഡാപ്റ്റ് ആയി, അവൾക്ക് സ്കൂളൊക്കെ ഇഷ്ടമാണ്. മുഴുവൻ സമയം കളികളൊക്കെയാണ് 4ാം ക്ലാസ്സൊക്കെ വരെ. 4 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ ഈ കുറച്ച് അസൈൻമെന്റ്സും പ്രോജക്ട്സും ഒക്കെ, അത് ഓരോ കുഞ്ഞുങ്ങളുടെ രീതിക്ക് അനുസരിച്ചാണ് അവർ അതിൻ്റെ പഠിത്തമൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത്. പിന്നെ മലയാളി കുട്ടികളെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവർ പല പ്രോഗ്രാംസിലൊക്കെ ഔട്ട് ഓഫ് സ്കൂള് ചേർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും ധാരാളമായിട്ട് തന്നെ ഉണ്ട്, ജിംനാസ്റ്റിക്സ് ആയിട്ടും സ്കേറ്റിംഗ് ആയിട്ടും ഒക്കെ. അപ്പം അതൊക്കെ അയർലൻഡുമായിട്ട് സിമിലർ ആയിരുന്നുകൊണ്ട് വളരെ അത് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം, ഞങ്ങൾ അയർലൻഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് അയർലൻഡിൽ റൈറ്റ് സൈഡും ഇവിടെ ലെഫ്റ്റ് സൈഡുമാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ചേച്ചിയും ചേട്ടനും വന്ന് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള ടൈമിൽ ഒരു 8-10 ദിവസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കാർഡിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് എടുത്തു. രാവിലെ അവിടെ പോയി അത് ചെയ്ത് അതിൻ്റെ നമ്പർ പിറ്റേ ദിവസം തന്നെ, കാർഡ് കിട്ടാൻ വൈകും, ഇലക്ട്രോണിക്കലി നമ്പർ ജനറേറ്റ് ചെയ്യണമെന്ന് ചേച്ചിക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇലക്ട്രോണിക്കലി ആ നമ്പർ ജനറേറ്റ് ചെയ്ത് അവരുടെ നിന്ന് മേടിച്ച് ആ നമ്പറും കൊണ്ട് പോയി. പിറ്റേ ദിവസം തന്നെ കിട്ടിയ അന്ന് തന്നെ ഞങ്ങൾ പോയി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈസൻസിങ് DOL പോയി ഈ പരീക്ഷയ്ക്ക് ഒരു ID എടുത്ത് റിട്ടൺ എക്സാമിന് ബുക്ക് ചെയ്തു. അത് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ള അവർക്ക് അതിന് ഓതറൈസേഷൻ ഉണ്ട് വാഷിങ്ടണിൽ. DOL അല്ല ഈ പരീക്ഷ നടത്തുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ സുഗമമായിട്ട് ഉള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് DOL അവർ ഈ പരീക്ഷ നടത്തുക. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് ഈ ടെസ്റ്റിന് ഡേറ്റ് എടുത്ത്, പേപ്പർ ബേസ്ഡ് ആയിരുന്നു. പേപ്പറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഉത്തരം മാർക്ക് ചെയ്ത് അങ്ങനെ അത് പ്രറ്റി ഈസി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അയർലൻഡിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും നിയമങ്ങൾ എല്ലായിടത്തും ഇന്ത്യയിലെ നിയമം ഉണ്ട്. പക്ഷെ അധികം നമ്മൾ അറിവ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലായിരുന്നു. പക്ഷെ അയർലൻഡിലൊക്കെ ഓടിച്ചിരുന്നത് കൊണ്ട് നിയമങ്ങൾ നമുക്ക് ഇച്ചിരിയും കൂടെ അറിവുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. ആ റിട്ടേൺ ടെസ്റ്റ് കിട്ടി. ഞാനും ഹസ്ബൻഡും ഒരു ദിവസം തന്നെ റിട്ടേൺ ടെസ്റ്റ് എഴുതിയത്. അത് കഴിഞ്ഞ് എനിക്ക് ജോലി ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് എഴുതാൻ പറ്റിയ. ഹസ്ബൻഡ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എടുത്തു. അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നേ ഒരു വാമപ്പ് ക്ലാസ് കൂടെ എടുത്ത് അതിനെ വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ എടുത്തു കഴിഞ്ഞപ്പം ആദ്യത്തെ ചാൻസ് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യത്തെ ആഴ്ച ഹസ്ബൻഡിനും കിട്ടി. അപ്പം വൺസ് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടി, വണ്ടി രജിസ്റ്റർ ചെയ്ത് വണ്ടി മേടിക്കാനൂടെ പറ്റി. വണ്ടിയും ലൈസൻസും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റീലൊക്കേഷൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് മാറുമല്ലോ. കാരണം വണ്ടി ഇല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഈ അമേരിക്കയിൽ വാഷിങ്ടണിൽ, ഇപ്പം നമ്മൾ നിൽക്കുന്ന വാഷിങ്ടണിൽ അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കുറവാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം. ഉണ്ടെങ്കിലും ഇച്ചിരി പൈസയും കൂടുതലാണ്. പിന്നെ അധികം ഞങ്ങൾക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കഴിഞ്ഞും സെറ്റിലാകാൻ എളുപ്പം ഇതുപോലെ എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ പേര് ബെറ്റ്സി എന്നാണ്. ഞാൻ കോട്ടയത്താണ് വീട്.
ഞാനൊരു നേഴ്സാണ്. കോട്ടയത്തൊക്കെയാണ് പഠിച്ചു വളർന്നതൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ മംഗലാപുരത്താണ് നേഴ്സിംഗ് പഠിച്ചത്. ഞാനിപ്പോൾ ഹൂസ്റ്റണിൽ എൻ്റെ ടെക്സസിൽ എൻ്റെ ചേച്ചീനെ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഹൂസ്റ്റണിൽ അങ്കിളിനെ കാണാൻ വേണ്ടിയിട്ട് ഹൂസ്റ്റണിൽ എൻ്റെ മമ്മിയും ചേച്ചിയും ഒക്കെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ എന്ന് വെച്ചിരിക്കുന്നത് എനിക്കൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേഴ്സാണെന്ന്. ഞാൻ അത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് മംഗലാപുരത്ത് പഠിച്ച് അത് കഴിഞ്ഞ് ഞാൻ സൗദിയിലായിരുന്നു 1-2 വർഷം. അവിടുന്ന് ഞാൻ അയർലൻഡിലോട്ട് മൂവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ 9-9.5 വർഷമായിട്ട് അയർലൻഡിലായിരുന്നു. ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് 2021 എൻ്റെ ഡാഡി മരിച്ചു. അപ്പം ചേച്ചി, ഞങ്ങൾ 2 പിള്ളേരാണ്, ഞാനും എൻ്റെ ചേച്ചിയും. ചേച്ചി ടെക്സാസിലാണ്. അപ്പം അവരിവിടെ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടൊക്കെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഫാമിലിയുടെ വയസ്സ് ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടിയെന്ന് തോന്നി അമേരിക്കയിലോട്ട്. കാരണം 2 പേരും 2 കോണ്ടിനെൻറ്റിലായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ 2022 എൻക്ലക്സ് RN എഴുതി. സെപ്റ്റംബർ 2022 ഞങ്ങളിങ്ങനെ എൻക്ലക്സ് RN എഴുതി. എന്നിട്ടും കാര്യം ഈ അമേരിക്കയിലോട്ട് വരാൻ ഒത്തിരി ടൈം എടുക്കുകയും പിന്നെ ഇപ്പോഴത്തെ EB3 ഗ്രീൻ കാർഡ് വിസ വരുവാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഫാമിലി ഫയൽ ചെയ്യുവാണെങ്കിലും അതല്ല, നമ്മൾ ഫയൽ ചെയ്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ട് വരാനാണെങ്കിൽ ഏകദേശം 10-12 വർഷത്തോളം എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സാണല്ലോ. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻസിന് നേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ. സോ ഞങ്ങൾ അതുകൊണ്ട് വേറെ എന്ത് വഴി എന്നിങ്ങനെ ആലോചിച്ചിരുന്ന് ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഇൻ്റർനെറ്റും കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് ഞാനും സിസ്റ്ററും ഫാമിലി എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ 2023 ജൂൺ ഫെബ്രുവരിയോളം ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ H1B എന്ന് പറഞ്ഞൊരു വിസ അവർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന്. ഈ കോവിഡിൻ്റെ ഇത് കാരണം, കോവിഡൊക്കെ കാരണം ഈ അമേരിക്കയിൽ നേഴ്സുമാരുടെ ഷോർട്ടേജ് കാരണം അവർ ഓപ്പൺ ഇത് പണ്ട് ഇങ്ങനെ ഒരു വിസ ഉണ്ടായിരുന്നു. പക്ഷെ അധികം ആരും അങ്ങനെ ആ വിസയിൽ നേഴ്സുമാരും അങ്ങനെ കയറി വരത്തില്ല. എഞ്ചിനീയേഴ്സ് വരും. കാരണം നേഴ്സുമാർ സാധാരണ വരുന്നത് EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് വിസ എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം അവർ വന്നാൽ അത് സ്ഥിരമായിട്ട് അവർക്ക് 10 വർഷത്തേക്കൊരു വിസയാണ്. ഈ H1B കാരണം 3 വർഷം അത് കഴിഞ്ഞ് റിന്യൂവും. അങ്ങനെ ഒരു എന്താണ് അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ എന്ന് അറിയാൻ മേലാത്തത് കൊണ്ടായിരിക്കും അധികം ആരും അങ്ങനെ പണ്ട് ഇങ്ങനെ ഈ H1B വിസ ഉണ്ടായിരുന്നെങ്കിലും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് അത് അങ്ങനെ ഒരു സാധനം നിർത്തലാക്കി. അത് പിന്നെയും ഈ 2023 ഫെബ്രുവരിയിൽ അവർ അതിനെക്കുറിച്ച് ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എൻക്ലക്സ് എഴുതിയിരുന്നത് കൊണ്ടും ഒക്കെ ഞങ്ങളിങ്ങനെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പം 2023 തന്നെ മെയ് അവസാനം ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ, ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ആണ്. വാഷിങ്ടണിലാണ് ആ ഹോസ്പിറ്റൽ, വാഷിങ്ടൺ സ്റ്റേറ്റ്. അവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്യുകയും അവിടെ അവർ ഗൾഫിലെ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ ഈ അയർലൻഡിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ UK നിന്നും അയർലൻഡിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെ അല്ലെങ്കിൽ ഖത്തറിൽ നിന്നും ദുബായിൽ നിന്നും ഒക്കെ ഉള്ള നഴ്സുമാരെയൊക്കെ അവർ ഇങ്ങനെ റിക്രൂട്ട് ഈ H1B വിസ വെച്ചിട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ആദ്യമേ ഒരു പേടിയായിരുന്നു എന്താണ് ഈ H1Bയിൽ വന്നാൽ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ക്വിക്കസ്റ്റായിട്ട് കിട്ടാവുന്നതും സെക്വേർഡ് ആണ് ഈ വിസ. കാരണം 3 വർഷത്തേക്കാണ് നമ്മൾ കോൺട്രാക്റ്റ്. അവർ സൈൻ ഓൺ ബോണസും അല്ലാതെ റീലൊക്കേഷൻ അലവൻസും ഒക്കെ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് തന്നിരുന്നു. ഞാൻ വന്നിട്ടിപ്പോൾ 3 മാസമായി. ഞാൻ മെയ് അവസാനം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജൂൺ ആദ്യത്തോടുകൂടി ടെക്സസിലാണ് എൻ്റെ ആദ്യമത്തെ രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. ഞാൻ അവിടുന്ന് അത് എൻഡോസ് ചെയ്ത് വാഷിങ്ടണിലോട്ട് നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്തു. അതിനൊക്കെ എനിക്ക് ഏകദേശം ഒരു 2-3 ആഴ്ച ഞാനത് എൻ്റെ സിസ്റ്റർ ഹെൽപ്പ് ചെയ്ത് അത് ക്വിക്ക്ലി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് അവരുടെ ടൈമിങ്ങിൽ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് സ്പീഡപ്പ് ചെയ്യാം. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ടൈമിൽ വിളിച്ച് ഇത് എന്താണെന്നൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ ക്വിക്ക് എൻഡോസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു 3 to 5 weeks ഒക്കെ എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ എൻഡോസ്മെൻറ്റ്.
അപ്പം ടെക്സാസിൽ നിന്ന് ഞാൻ ഇത് എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ വാഷിങ്ടണിലോട്ട് എൻഡോസ് ചെയ്ത് അത് കിട്ടി. അതിന് കൊലാട്രലായിട്ട് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കി എൻ്റെ H1Bയുടെ പേപ്പർ വർക്കൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ഉള്ള ഒരു സോളിസിറ്റേഴ്സ് ഉണ്ട്. അവർ എൻ്റെ H1B പേപ്പേഴ്സ് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് യാതൊരുവിധ പൈസയും ഇങ്ങനെ ഫാമിലി ആയിട്ട് മൂവ് ചെയ്തത് കൊണ്ടുള്ള ചിലവല്ലാതെ ഈ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ വിസയുടെ രീതിയിൽ ഒരു യാതൊരുവിധ ചിലവുമില്ല. എൻ്റെ എയർ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലാണ് എടുക്കുന്നത്. ആൻഡ് ആ റീലൊക്കേഷൻ ബെനിഫിറ്റിൽ നിന്ന് അവരത് ഡിഡക്റ്റ് ചെയ്തോളും. അങ്ങനെ ഈ H1B എനിക്ക് ഏകദേശം ഒരു എല്ലാ കാര്യങ്ങൾ കൂടെ H1Bക്ക് അപ്ലൈ ചെയ്തിട്ടും ജൂലൈ 17-ാം തീയതിയാണ് ഞാൻ H1Bക്ക് ആദ്യമേ വെക്കുന്നത്. H1B ഏകദേശം 3-4 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് അപ്രൂവലായി കിട്ടി. പിന്നെ അയർലൻഡിൽ നിന്നായതുകൊണ്ട് എനിക്ക് അമേരിക്കയുടെ കൗൺസിലേറ്റിൽ നിന്നൊരു ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തന്നെയും വളരെ എളുപ്പത്തിൽ കിട്ടും. ഇന്ത്യയിൽ ഇത് ഒരു കുറച്ച് ഡിലേ ഉണ്ട്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഈ H1Bയുടെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്, അതാണ് വേറൊരു കടമ്പ. ആ ഡേറ്റ് കിട്ടാൻ ഒരു ശകലം താമസമുണ്ട്. അപ്പം എനിക്കിത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് തന്നെ കൗൺസിലേറ്റ് ഇൻ്റർവ്യൂവിൽ പിന്നെ ഞാൻ നേരത്തെ അമേരിക്കയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ചോദ്യോത്തരങ്ങളൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ ഡേറ്റാസോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവർ ഡയറക്റ്റ് ഹസ്ബൻഡിനോടും ചോദിച്ചു, ഈ വിസയിൽ വരുമ്പോൾ ഹസ്ബൻഡിന് വരുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. H1Bന്ന് ഞാൻ വാഷിങ്ടണിലോട്ട് ഈ വിസ എടുക്കാൻ കാരണം ടെക്സാസിലെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഏജൻസികൾ ഈ വിസ കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ 2 വർഷത്തിന് ശേഷമാണ് EB3, അതായത് നമ്മുടെ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യാമെന്നുള്ള കോൺട്രാക്റ്റ് തരുന്നത്. പക്ഷേ വാഷിങ്ടണിലാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു 3 മാസം കൊണ്ട് നമ്മൾ വന്ന് നമ്മുടെ 3 മാസം കൊണ്ട് ഈ EB3 അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് തരാം എന്നുള്ള ഇതാണ്. അപ്പോൾ ഈ 2 വർഷം നിന്നാൽ അതിനുള്ള ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ H1B കഴിഞ്ഞ് EB3 ഫയൽ ചെയ്താലേ ആ EB3യുടെ പ്രയോറിറ്റി ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ അൺലിമിറ്റഡ് ആയിട്ട് ഈ H1B റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. H1B എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു 3 വർഷ വിസയാണ്. നമുക്ക് സാധാരണ ഈ EB3 അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു 3 വർഷം കൂടെ മാത്രമേ അത് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ടോട്ടൽ 6 വർഷം. ഈ 6 വർഷം കഴിയുമ്പോൾ നമ്മൾ 1-2 വർഷത്തേക്ക് വേറെ സ്ഥലത്തോട്ട് സാധാരണ മാറണം. അങ്ങനെയാണ് സാധാരണ എഞ്ചിനീയർമാരെ ഒന്നെങ്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അങ്ങനെയൊക്കെ വേറൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അങ്ങനെ മറ്റോ ആണ് ചെയ്യുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അവരുടെ സെക്ഷനിൽ നിന്ന് അറിയത്തില്ല. പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അപ്പം നമ്മുടെ അതായത് നേഴ്സുമാരുടെ ഇതിൽ H1Bയിൽ വന്നാൽ നമ്മൾ H1B വന്നു കഴിഞ്ഞിട്ട് ഈ 3 മാസം കഴിഞ്ഞ് EB3 അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഏകദേശം 3-4 മാസം കഴിയുമ്പോൾ അവർ EB3ക്ക് ഉള്ള പേപ്പറെല്ലാം ഇത് അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്രയോറിറ്റി ഡേറ്റ് അല്ലെങ്കിൽ I-140 അപ്രൂവൽ ആ ഒരു ഡേറ്റ് കിട്ടും. അപ്പം ആ ഡേറ്റ് കിട്ടിക്കഴിയുമ്പം ആ ഡേറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ഹസ്ബൻഡുമാർക്ക് അല്ലെങ്കിൽ ഹസ്ബൻഡിനുള്ള എംപ്ലോയി ഓതറൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെല്ലാം കൂടെ ഒരു സാധാരണ ഒരു 8-9 മാസമാണ് അവർ സാധാരണമായിട്ട് എടുക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പം അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പം അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇവർ ഈ പ്രൊസീജിയേഴ്സ് എല്ലാം പ്രീമിയം ആയിട്ട് ചെയ്യും. അപ്പം ഇച്ചിരിയും കൂടെ, അതായത് സാധാരണ 1 മാസം മുതൽ 6 മാസം എടുക്കുന്ന ഈ പേപ്പർ ഈ അപ്രൂവലിന് 15 ദിവസം കൊണ്ട് എന്താണെങ്കിലും നമ്മൾ EB3 വെച്ച് കഴിയുമ്പോൾ I-140 കിട്ടണം. അല്ലെങ്കിൽ അപ്രൂവൽ ഡേറ്റ് പ്രയോറിറ്റി ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രീമിയം പ്രോസസ്സിങ് അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്ത് തരും. അപ്പം ഇങ്ങനെ ഞാൻ
കുറച്ച് ബെനിഫിറ്റും എല്ലാം ഔട്ട്വേ ചെയ്ത് ആണ് ടെക്സാസിലാണ് സിസ്റ്ററെങ്കിലും ഞാൻ വാഷിങ്ടണിലോട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. കാരണം നമ്മളിവിടെ വരുന്നത് നമ്മുടെ വിസ നമ്മളൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തോട്ടുള്ള ഒരു പറിച്ചുനടിയിലാണല്ലോ. അപ്പം അവിടുന്ന് അങ്ങനെ നമ്മൾ മാറുമ്പം നമുക്കൊരു എന്താണ് എന്നുള്ള ഒരു അൺസർട്ടനിറ്റിയോ അല്ലെ ഒരു ഫിയറോ വരരുതല്ലോ. അപ്പോൾ ഒരു സെക്വേർഡ് ആകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വാഷിങ്ടണിലോട്ട് വന്നത്. കാരണം ആദ്യത്തെ ഒരു ദൂരമാണ്, എല്ലാവരും പറയും തണുപ്പുണ്ടെന്ന്, പക്ഷെ അയർലൻഡിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പം വളരെ നല്ല കാലാവസ്ഥയായിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ വാഷിങ്ടൺ എന്ന് പറയുന്നത് വാഷിങ്ടൺ സ്റ്റേറ്റ് ആണ്. വാഷിങ്ടൺ DC സ്റ്റേറ്റും രണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് അത് ആദ്യമേ അറിയത്തില്ലായിരുന്നു. അപ്പം ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊക്കെ അല്ലെ നമ്മുടെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്കിതൊക്കെ അറിയാവുന്നത്. സോ ഞങ്ങൾ ഈ ഒരു കാരണം കൊണ്ടാണ് ടെക്സാസിൻ്റെ ഓഫർ എടുക്കാതെ വാഷിങ്ടണിലെ ഓഫർ കറൻ്റ് എടുത്തത്. ഇനി ഫ്യൂച്ചറിൽ ടെക്സാസിലൊക്കെ ഈ ഓഫറായിട്ട് കയറി വരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം നിലവിൽ അലാസ്കയും ഈ വാഷിങ്ടണും ഇങ്ങനെ 2 സ്ഥലമാണ് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നത്. എനിക്ക് പിന്നെ പറയാൻ പറ്റുന്നത്, നിങ്ങൾക്ക് എനിക്കിതിനെക്കുറിച്ച് വളരെ ഇപ്പോൾ വാഷിങ്ടണിലുണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ളത് മാത്രമേ എനിക്കറിയാവുന്നത്. അതല്ലാതെ ഞാനിങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഞാനിങ്ങനെ ഇൻ്റർനെറ്റിൽ കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് ഇപ്പം ഒരു ഏജൻസി അവർ നമ്മളുടെ കയ്യിൽ നിന്നൊന്നും പൈസയൊന്നും മേടിക്കുന്നില്ല, ഹോസ്പിറ്റലിൽ അവർക്ക് കൊടുക്കുമായിരിക്കും. അപ്പം ഒബ്വിയസ്ലി അതായിരിക്കണമല്ലോ. അപ്പം അവരുടെ ഗ്ലോബൽ നഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏജൻസി, അവർ പണ്ട് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെ അമേരിക്കയിലോട്ട് റിക്രൂട്ട് ചെയ്ത് നടത്തിയിരുന്നതാണ്. അവർ പിന്നെ ഒരിടയ്ക്ക് നിർത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാരണം EB3 ഒന്നും ഇല്ലാതെ, കാരണം അവർ ജെനുവിനായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ആസ് ഫാർ ആസ് ഐ നോ. അപ്പം അവരിപ്പോഴും UK, അയർലൻഡ് പോലുള്ള രാജ്യങ്ങളിലോട്ട് ധാരാളമായിട്ട് നഴ്സുമാരെ കൊണ്ടുവരുന്നത്. അപ്പം അവർ ത്രൂ ആണ് എനിക്കിങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ ഡയറക്റ്റ് ഹയർ ചെയ്യുമായിരുന്നു ഇൻ്റർവ്യൂ ത്രൂ. അത് കഴിഞ്ഞിട്ട് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ഇപ്പം പലവരും ഞാനിവിടെ വന്നതിന് ശേഷം എന്നോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര വേഗം ഞങ്ങളിവിടെ എത്തിയെന്ന്. കാരണം ഞാൻ എൻ്റെ ചേച്ചിയുടെ ഞാനും ഫാമിലി എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ഹോളി കമ്മ്യൂണിയന് മെയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം മെയ്യിൽ അമേരിക്ക വന്നിരുന്നത് കൊണ്ട് ടൈം സോൺ എളുപ്പമുള്ളായിരുന്നല്ലോ. ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ബാക്ക് ടു ബാക്ക് എടുക്കാനുള്ളതുകൊണ്ടാണ് സ്പീഡപ്പ് ആയിട്ട് ഈ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ അന്ന് മെയ്യിൽ ഇവിടെ 2023 മെയ്യിൽ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് സെപ്റ്റംബർ ഞങ്ങളിവിടെ തിരിച്ച് വീണ്ടും ഒരു ജോലിക്കായിട്ടല്ല ഞങ്ങളിങ്ങനെ ഒരു മൂവ് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ ഇപ്പം ഈ ഗ്രീൻ കാർഡ് കാരണം എല്ലാവരും ഗ്രീൻ കാർഡിന് ഉള്ള ഡിലേ കാരണം എല്ലാവരും ഇങ്ങനെ ഫാമിലീനെ കൊണ്ടുവരാനൊക്കെ ഭയങ്കര വിഷമിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ആണല്ലോ. അപ്പം അങ്ങനെ ഉള്ളപ്പം ഇവിടെ കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ തീർച്ചയായും നോക്കാവുന്ന ഒരു വിസയാണിത്. റിസ്ക്കാണ്. ഇതിൻ്റെ ഭാവി എന്താണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇതൊന്നും നമുക്കറിയത്തില്ല. എന്നാലും ഇപ്പം ഉള്ള ഞങ്ങളുടെ പ്രതീക്ഷ ഇത് H1B ഈ 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 വർഷമോ അല്ലെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് അവർ റിന്യൂ ചെയ്ത് തരാമെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിയമം ഉള്ളതാണ്. അൺലിമിറ്റഡ് ആയിട്ട് അവർ ഓരോ 3 വർഷം കൂടി ഓരോ എംപ്ലോയറിനെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ ഈ നിൽക്കുന്ന എംപ്ലോയർ H1B റിന്യൂ ചെയ്യുവാണ് ചെയ്യേണ്ടത്. അപ്പം EB3 ഇവർ ഫയൽ ചെയ്യുമെന്ന്, ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മാസം കൊണ്ട്. അത് സാധാരണ എല്ലാവർക്കും എടുക്കുന്നത് പോലെ, അതായത് സാധാരണ ഇന്ത്യയിൽ ജനിച്ച, ഞാൻ ഐറിഷ് സിറ്റിസൺ ആണ്, പക്ഷേ എൻ്റെ ബർത്ത് പ്ലേസ് ഇന്ത്യയിലായതുകൊണ്ട് ഞാൻ എൻ്റെ ബർത്ത് പ്ലേസ് ആണ് വാലിഡായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ആർക്കും ഏകദേശം ഒരു 12 തൊട്ട് 14 വർഷം വരെയാണ് ആ വിസയ്ക്ക് എടുക്കുന്നത്. അപ്പം ഇതെപ്പോഴത്തേക്ക് കിട്ടുമെന്നോ ഇത് നമ്മളുടെ ഏതെങ്കിലും ഇനി അത് നീണ്ടു പോകുമോന്നോ
ഒന്നും നമുക്കറിയത്തില്ല. കാരണം ഇപ്പോഴും ഒത്തിരി അനേക ലക്ഷം ആളുകളുടെ പേപ്പർ വർക്കുകൾ ഈ EB3 കിടപ്പുണ്ട്. അപ്പം നമ്മളുടെ നഴ്സുമാരുടെ അത് വേറെ രീതിയിലാണെന്നോ അല്ലെ നമ്മുടെ സെയിം തന്നെയാണോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പം അറിയാവുന്നത് ഈ H1B നമുക്ക് 3 വർഷം എവറി 3 ഇയേഴ്സ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന വാഷിങ്ടൺ എന്ന സ്ഥലം നല്ല മനോഹരമായിട്ടൊരു സ്ഥലമാണ്. ക്ലൈമറ്റ് തണുപ്പാണ്, പക്ഷെ ഞങ്ങൾ UK-യിൽ നിന്നൊക്കെ മാറിയത് കൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അധികം മൈൽഡ് തണുപ്പാണ്, വലിയ ഇതൊന്നുമില്ല. നല്ല പിന്നെ ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ്, നല്ല സൈറ്റ് സീയിങ്ങിനുള്ള പ്ലേസസ് ഒക്കെ ഉണ്ട്. മൗണ്ട് റെനീർ എന്ന് പറഞ്ഞൊരു സുന്ദരമായിട്ടൊരു മൗണ്ടൻ ഉണ്ട്, ബ്യൂട്ടിഫുൾ. അത് നമുക്ക് വാഷിങ്ടണിൻ്റെ ഒരുവിധം എല്ലാ സ്ഥലത്ത് നിന്നാലും ഈ മൗണ്ട് റെനീറിൻ്റെ വ്യൂ കിട്ടും. പിന്നെ അപ്പം ഈ ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പം യങ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആദ്യമേ ഒന്ന് വരാനും തുടങ്ങാനും പറ്റുന്ന വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു കാലാവസ്ഥയുള്ള സ്ഥലമാണ്. അപ്പം ശരി. ഇവിടുത്തെ ജോലി, അയർലൻഡിലെ ജോലി, നമ്മുടെ ഡിഫൻസ് ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ഓങ്കോളജി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഞാൻ അയർലൻഡിലായിരുന്നപ്പം മെഡിക്കൽ സർജിക്കൽ കാർഡിയാക്ക് വാർഡുകളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഞാൻ ഒരു അമേരിക്കൻ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഏകദേശം സിസ്റ്റമൊക്കെ സെയിം ആയിരുന്നു. അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടില്ല. ഇവർ 6 ആഴ്ച മുതൽ ഒരു 3 മാസം അല്ലെ അതിന് മേളിൽ വേണം എന്നുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് ഒക്കെ തന്നിട്ടേ നമ്മളെ എടുക്കത്തുള്ളൂ. എനിക്കൊരു 6 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. എന്നെ ഒറ്റയ്ക്ക് കാര്യമായിട്ട് തന്നെ ഒറ്റയ്ക്ക് ജോലിക്ക് ഇടാൻ തുടങ്ങിയിരുന്നു. പറഞ്ഞ പോലെ മെഡിക്കൽ എക്സ്പീരിയൻസും പിന്നെ എനിക്ക് ICUവിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇത് നമ്മളുടെ ജോലിയിൽ പ്രതിഫലിക്കുന്നതുകൊണ്ടായിരിക്കണം അവർ പ്രത്യേകിച്ച് വലിയ ഈ 6 ആഴ്ച ഓറിയൻറ്റേഷൻ കൊണ്ട് ഞാൻ വളരെ സെറ്റിൽഡ് ആയിരുന്നു. പിന്നെ എൻ്റെ ഈ പറഞ്ഞ മെഡിക്കൽ സർജിക്കൽ ICU എക്സ്പീരിയൻസുകൾക്കാണ് ഇവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇപ്പം സാധാരണ അയർലൻഡിലോട്ടോ UK-ലോട്ടൊക്കെ ഈ നിയോനൈറ്റിലോ പീഡിയാട്രിക് ICU ഒക്കെ ഒത്തിരി റിക്രൂട്ട്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത്, എൻ്റെ അറിവിൽ ഇപ്പം മെഡിക്കൽ സർജിക്കൽ ഉള്ള നഴ്സുമാരെയാണ് ഇവർ കൂടുതലും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പം മെഡിക്കൽ ഓങ്കോളജിയിലാണ് ഞാൻ, മെഡിക്കൽ ആൻഡ് ഓങ്കോളജി, അവിടുത്തെ മെഡിക്കൽ പേഷ്യൻസിനെയാണ് ഞാൻ കൂടുതലും എടുക്കുന്നത്. എനിക്ക് ഓങ്കോളജിയിൽ വളരെ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പം വളരെ കുറച്ച് എടുക്കത്തില്ല എന്നല്ല, വളരെ കുറച്ച് പേഷ്യൻസിനാണ് ഓങ്കോളജി ഉള്ളത്. അതിന് ഇവിടെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ ഓങ്കോളജിയിലൊക്കെ ആണെങ്കിലും കീമോ പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ട്രെയിൻഡ് ആൻഡ് സർട്ടിഫൈഡ് നഴ്സസ് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യണം കീമോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അതല്ല ഇപ്പം ക്രിട്ടിക്കൽ കെയർ ആണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ അക്യൂട്ട് നഴ്സിംഗ് ഒക്കെ ആണെങ്കിൽ ഓരോ സർട്ടിഫിക്കേഷൻസ് ആൻഡ് അതിൻ്റെ എക്സാംസ് പാസ്സാകണം. അപ്പം അതൊക്കെ ഞാനിപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. കാരണം ഞാൻ സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. സെപ്റ്റംബർ 11-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. അപ്പം ഡിസംബർ 11 ആയപ്പോൾ എനിക്ക് 3 മാസമായി. 3 മാസം ആയപ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. ചോദിക്കുന്നതിന് മുന്നേ അവരെനിക്കൊരു ഇമെയിൽ അയച്ചിരുന്നു, ഇങ്ങനെ നിങ്ങൾ ഇന്ന് 3 മാസമായി ഇങ്ങനെ സോളിസിറ്ററിനെ വെച്ചിട്ട് EB3ക്ക് അപ്ലൈ ചെയ്യാനുള്ള പേപ്പർ വർക്ക് നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഫോളോ ചെയ്യാൻ നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തോ DOL ഇവരുടെ ലൈസൻസിങ് ഓതറൈസേഷനിൽ നിന്ന് എന്തോ അപ്രൂവൽ ലെറ്റർ എന്തോ വരാനുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോൾ പിന്നെ അറിയാലോ ഡിസംബർ ക്രിസ്മസിൻ്റെ മാസമാണ്. അപ്പം അതിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടുള്ളൊരു ഡിലേ ഉണ്ട്. അപ്പം എൻ്റെ ഇതുവരെ EB3 അപ്ലൈ ആയിട്ടില്ല. EB3 അപ്ലൈ ആകുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും ഇതിൻ്റെ ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം. ശരി. പിള്ളേരുടെ സ്കൂളിങ്ങും ഡ്രൈവിങ്ങിനെ പറ്റി പിള്ളേരുടെ സ്കൂളിങ്ങിനെയും ഡ്രൈവിങ്ങിനെയും കുറിച്ച്
സോ എനിക്ക് 2 കുട്ടികളാണ്. ഒരാൾ 6 വയസ്സ് ഇസബella, രണ്ടാമത്തെ ആള് ഇസഹാക്ക്, അവൻ 2 വയസ്സ്. അപ്പം രണ്ടാമത്തെ ആളാണ് ഒരു രീതിയിൽ ഈ മൂവ്മെന്റ് ഒന്നും ഞങ്ങളുടെ ഈ റീലൊക്കേഷൻ ഒന്നും അയാളെ ബാധിച്ചിട്ടില്ല, പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. ഞങ്ങളുടെ ആദ്യത്തെ മൂത്ത കുട്ടി, അവള് അയർലൻഡിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് പഠിക്കുമായിരുന്നു. അപ്പം അവൾക്ക് ഒത്തിരി സുഹൃത്തുക്കളെയും എല്ലാം അയർലൻഡിലെ മിസ് ചെയ്യുന്നുണ്ട്. അയർലൻഡിലെ പോലെ ഒരു സാഹചര്യം അല്ല അമേരിക്കയിൽ. ഇച്ചിരിയും കൂടെ സേഫ്റ്റി ഇഷ്യൂ കാരണം അറിയാമല്ലോ, നമ്മൾ അധികം കുട്ടികളെ ഒന്നും അങ്ങനെ പുറത്തോട്ട് വിടത്തില്ല. എന്നാൽ നമ്മളുടെ ഒരു നാടൻ ഒരു രീതിയാണ്, അല്ലെ നമ്മളുടെ നാടനല്ല, നമ്മുടെ ഒക്കെ പേരൻസിൻ്റെ ഒക്കെ കാലത്തുള്ള രീതിയാണ് അയർലൻഡിൽ കുട്ടികളുടെ ഭയങ്കര സേഫ് ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങോ പോവോ, അല്ലെങ്കിൽ രാവിലെ 7 മണിക്ക് കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് എങ്ങോട്ടേലും വീടിൻ്റെ ഏരിയയിലോട്ടോ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊക്കെ പോയാൽ എല്ലാവരും ആ കുഞ്ഞുങ്ങളിൽ ഒരു കണ്ണ്, നമ്മൾ പേരൻസ് വേണമെന്നില്ല, ആരെയും ഒക്കെ കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. അങ്ങനെ തിരിച്ച് ഏതെങ്കിലും ഒക്കെ സമയത്ത് തിരിച്ച് കയറി വരും. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അയർലൻഡിലുള്ള. പക്ഷെ അമേരിക്കയിൽ വന്നപ്പോൾ അവൾ ഏറ്റവും മിസ് ചെയ്യുന്നത് ഫ്രണ്ട്സിനെയാണ്. കാരണം വീടിനുള്ളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ബാക്ക് യാർഡിൽ മാത്രമാണല്ലോ അവരുടെ ജീവിതം ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ഫ്രണ്ട്സ് എന്നുള്ളൊരു സർക്കിള് സ്ലോലി മേക്ക് ചെയ്യും. നമുക്കിവിടെ നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റിയും, അല്ലെ ഞങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് ആണ്, അപ്പോൾ അവരുടെ ചർച്ചും അല്ലെങ്കിൽ കാത്തലിക്സിൻ്റെ ഒക്കെ ചർച്ചൊക്കെ ഉണ്ട്. അപ്പം അത് സെറ്റ് ആയിക്കോളും. പിന്നെ കുഞ്ഞുങ്ങളുടെ സ്കൂളിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഈ 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു ഫ്രീ ആയിട്ട് എന്താ പറയുക, വലിയ കാര്യമായിട്ട് ഹോംവർക്ക് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു. അത് ആദ്യമേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കുഞ്ഞ് ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ചു വന്നിരുന്നത് കൊണ്ട് അവൾക്ക് ഇപ്പോൾ ബോറിംഗ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ കളി സ്കൂളിങ്ങൊക്കെ എളുപ്പമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ വീട് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിനോടനുബന്ധിച്ചുള്ള സ്കൂളുകളിലാണ് ഇവിടെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം ഏത് സ്കൂളാണ് നല്ലത് എന്ന് നോക്കിയെടുക്കുക എന്നുള്ളത് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പം ഇവിടെ നേരത്തെ വന്നിരിക്കുന്ന ആൾക്കാരോടോ അല്ലെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്തോട്ട് വരുമ്പോൾ ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ വാഷിങ്ടൺ മലയാളി അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ ചോദിക്കാമായിരുന്നു. അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പം നല്ല അവര് പറഞ്ഞു തരും നമുക്ക്. അവരോട് നമ്മളിങ്ങനെ ചോദിക്കാതെ ഇവിടുന്ന് ആരും നമ്മളോട് ഇന്ന ചെയ്യണമെന്നൊന്നും പറയത്തില്ല. അപ്പം ഇങ്ങനെ ഏത് സ്കൂളാണ് നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന സ്കൂള് കുഴപ്പമില്ല, നല്ല റേറ്റിംഗ് ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ട്രൂ സ്കൂൾ റേറ്റിംഗ് ഒക്കെ നോക്കിയാൽ മതി, ഓൺലൈനിൽ തന്നെ കിട്ടും. പിന്നെ ക്രൈം റേറ്റും ഒക്കെ നോക്കിയാണ് നമ്മൾ വീടിൻ്റെ സ്ഥലം ഏത് സ്ഥലത്ത് വേണമെന്ന് നമ്മൾ റെൻ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ് ഇപ്പം ഞങ്ങൾ റെൻറ്റിന് എടുത്തിരിക്കുന്നത്. തൽക്കാലം ഒന്നൊരു ബിഗിനിങ്ങിന് 2 കുഞ്ഞുങ്ങളുള്ള ഒരു ഫാമിലിക്ക് തൽക്കാലം അത് മതിയാകും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഇതെല്ലാം എക്സ്പെൻസീവ് ആണ് വാഷിങ്ടണിൽ റെൻറ്റും കാര്യങ്ങളും ഒക്കെ. അപ്പം സ്കൂള് ആ ലിമിറ്റിനുള്ളിലുള്ള ഒരു സ്കൂളിലോട്ട് നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് സ്കൂൾ ഓപ്ഷൻസാണ്. പബ്ലിക് അത് നമുക്ക് അഫോർഡ് ചെയ്യത്തില്ലായിരുന്നത് കൊണ്ട്, നമ്മളിങ്ങനെ റീലൊക്കേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞങ്ങൾ പബ്ലിക് സ്കൂളാണ് ഓപ്റ്റ് ചെയ്തത്. അപ്പം ബെല്ല എന്നാണ് കുഞ്ഞിനെ വിളിക്കുന്നത്. അപ്പോൾ അവള് ആദ്യത്തെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവള് പെട്ടെന്ന് അഡാപ്റ്റായി, അവൾക്ക് സ്കൂളൊക്കെ ഇഷ്ടമാണ്. മുഴുവൻ സമയം കളികളൊക്കെയാണ് 4ാം ക്ലാസ്സൊക്കെ വരെ. 4 കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ ഈ കുറച്ച് അസൈൻമെൻറ്റ്സും പ്രോജക്ട്സും ഒക്കെ, അത് ഓരോ കുഞ്ഞുങ്ങളുടെ രീതിക്ക് അനുസരിച്ചാണ് അവർ അതിൻ്റെ പഠിത്തമൊക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഉള്ളത്. പിന്നെ മലയാളി കുട്ടികളെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അവർ പല പ്രോഗ്രാംസിലൊക്കെ ഔട്ട് ഓഫ് സ്കൂള് ചേർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിലും ധാരാളമായിട്ട് തന്നെ ഉണ്ട്, ജിംനാസ്റ്റിക്സ് ആയിട്ടും സ്കേറ്റിംഗ് ആയിട്ടും ഒക്കെ. അപ്പം അതൊക്കെ അയർലൻഡുമായിട്ട് സിമിലർ ആയിരുന്നുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം, ഞങ്ങൾ അയർലൻഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അയർലൻഡിൽ നിന്ന് ഇവിടെ വന്നിട്ട് അയർലൻഡിൽ റൈറ്റ് സൈഡും ഇവിടെ ലെഫ്റ്റ് സൈഡുമാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ചേച്ചിയും ചേട്ടനും വന്ന് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാനുള്ള ടൈമിൽ ഒരു 8-10 ദിവസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സോഷ്യൽ സെക്യൂരിറ്റി കാർഡിൻ്റെ
എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് എടുത്തു. രാവിലെ അവിടെ പോയി അത് ചെയ്ത് അതിൻ്റെ നമ്പർ പിറ്റേ ദിവസം തന്നെ കാർഡ് കിട്ടാൻ വൈകും. ഇലക്ട്രോണിക്കലി നമ്പർ ജനറേറ്റ് ചെയ്യണമെന്ന് ചേച്ചിക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇലക്ട്രോണിക്കലി ആ നമ്പർ ജനറേറ്റ് ചെയ്ത് അവരുടെ നിന്ന് മേടിച്ച് ആ നമ്പറും കൊണ്ട് പിറ്റേ ദിവസം തന്നെ കിട്ടിയ അന്ന് തന്നെ ഞങ്ങൾ പോയി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈസൻസിങ് DOL പോയി ഈ പരീക്ഷയ്ക്ക് ഒരു ID എടുത്ത് റിട്ടൺ എക്സാമിന് ബുക്ക് ചെയ്തു. അത് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഉള്ള അവർക്ക് അതിന് ഓതറൈസേഷൻ ഉണ്ട് വാഷിങ്ടണിൽ. DOL ഈ പരീക്ഷ നടത്തുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ സുഗമമായിട്ട് ഉള്ള നടത്തിപ്പിന് വേണ്ടിയിട്ട് DOL അവർ ഈ പരീക്ഷ നടത്തുക. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ വിളിച്ച് ഈ ടെസ്റ്റിന് ഡേറ്റ് എടുത്ത് പേപ്പർ ബേസ്ഡ് ആയിരുന്നു. പേപ്പറിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഉത്തരം മാർക്ക് ചെയ്ത് അങ്ങനെ അത് പ്രറ്റി ഈസി ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അയർലൻഡിലെ നിയമങ്ങളും ഇവിടുത്തെ നിയമങ്ങളും നിയമങ്ങൾ എല്ലായിടത്തും ഇന്ത്യയിൽ നിയമം ഉണ്ട്. പക്ഷെ അധികം നമ്മൾ അറിവ് ഉണ്ടായിരുന്നില്ല ഇന്ത്യയിലായിരുന്നപ്പം. പക്ഷെ അയർലൻഡിലൊക്കെ ഓടിച്ചിരുന്നത് കൊണ്ട് നിയമങ്ങൾ നമുക്ക് ഇച്ചിരി കൂടെ അറിവുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് എളുപ്പമായിരുന്നു. ആ റിട്ടൺ ടെസ്റ്റ് കിട്ടി. ഞാനും ഹസ്ബൻഡും ഒരു ദിവസം തന്നെ റിട്ടൺ ടെസ്റ്റ് എഴുതിയത്. അത് കഴിഞ്ഞ് എനിക്ക് ജോലി ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് എഴുതാൻ പറ്റിയ. ഹസ്ബൻഡ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എടുത്തു. അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നേ ഒരു വാമപ്പ് ക്ലാസ് കൂടെ എടുത്ത് അതിനെ വഴി ഡ്രൈവിംഗ് ടെസ്റ്റ് കൂടെ എടുത്തു കഴിഞ്ഞപ്പം ആദ്യത്തെ ചാൻസ് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും, അതായത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യത്തെ ആഴ്ച ഹസ്ബൻഡിനും കിട്ടി. അപ്പം വൺസ് ഞങ്ങൾക്ക് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടി, വണ്ടി രജിസ്റ്റർ ചെയ്ത് വണ്ടി മേടിക്കാനൂടെ പറ്റി. വണ്ടിയും ലൈസൻസും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ റീലൊക്കേഷൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് മാറുമല്ലോ. കാരണം വണ്ടിയില്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് ഈ അമേരിക്കയിൽ വാഷിങ്ടണിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന വാഷിങ്ടണിൽ അധികം പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര കുറവാണ് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം. ഉണ്ടെങ്കിലും ഇച്ചിരി പൈസയും കൂടുതലാണ്. പിന്നെ അധികം ഞങ്ങൾക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ കഴിഞ്ഞും സെറ്റിലാകാൻ ഇതുപോലെ എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് കൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ശരി. ഹലോ, എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ ബെറ്റ്സിയുടെ സിസ്റ്ററാണ്. ഞാനായിരുന്നു അവൾക്ക് ഇനീഷ്യൽ 6 എഴുതാനുള്ള പേപ്പർ വർക്ക്സ് എല്ലാം ചെയ്തു കൊടുത്തത്. നമ്മളൊരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ അവർ പല പിള്ളേർക്ക് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് ഒത്തിരി ഡിലേ ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ വേണ്ടി അവർ അപ്പം ഞാൻ ഓർത്തു അവൾക്ക് വേണ്ടി ആയതുകൊണ്ട് ഇപ്പം ദ ഗുഡ് തിങ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിൽ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഞാൻ ആദ്യം അവൾക്ക് ഫ്ലോറിഡയുടെ എക്സാം ആയിരുന്നു എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗിൻ്റേത് വെബ്സൈറ്റിൽ പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. ഓരോ തവണയും അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ഞാൻ ഇപ്പം പേപ്പേഴ്സ് എന്തെങ്കിലും വൈകുവാണ്, വിസയുടെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല, ഇതിൻ്റെ എക്സാം എഴുതാനുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അന്നേരം തന്നെ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗിനെ വിളിച്ച് ഹേയ് ഞാൻ ബെറ്റ്സയുടെ സിസ്റ്ററാണ്, ഞാൻ ഇവിടെ ആയതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ വളരെ ഈസി ആയിരുന്നു. സോ അവൾക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് ഹർ ഞാൻ സംസാരിച്ചു. അറ്റ് വൺ പോയിന്റ് ദേ സെഡ് ലൈക്ക് ദേ വാണ്ട് ഹെർ പെർമിഷൻ, ഇവളുടെ പെർമിഷൻ കൊടുത്താൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ അയർലൻഡിലോട്ട് അവളെ കണക്ട് ചെയ്ത് അവളോട് വെർബൽ പെർമിഷൻ എടുത്തു. പിന്നെ അതിനുശേഷം വെർബൽ പെർമിഷൻ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗിലും വാഷിങ്ടൺ സ്റ്റേറ്റ് ബോർഡിലും കിട്ടിയതിന് ശേഷം എനിക്ക് പ്രോസസ്സിങ് എല്ലാം എളുപ്പമായിരുന്നു. കാരണം അവൾക്ക് വേണ്ടി എനിക്കെല്ലാം വിളിച്ച് ചോദിക്കാൻ പറ്റുമായിരുന്നു. അവൾ വേറെ കൺട്രിയിലായതുകൊണ്ടും ടൈം സോൺ ചേഞ്ചസിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ടും അവൾക്ക് എപ്പോഴും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അറ്റ്ലീസ്റ്റ് 1 to 2 twice a month ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ച് ചോദിക്കും. ഏത് പേപ്പറാണ് ഇനിയും ചെയ്യാനുള്ളത്, എന്തിൻ്റെ ഡിലേ കൊണ്ടാണ് ഇത് ഫർദർ പ്രോസസ്സിങ് മുന്നോട്ട് പോവാത്തത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പേപ്പേഴ്സ് എല്ലാം ഫോർവേഡ് ചെയ്ത് അങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അനദർ ഗുഡ് തിങ് എന്ന് പറഞ്ഞാൽ അവൾ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗ് കഴിഞ്ഞ പാടെ CGFNSൻ്റെ വിസ സ്ക്രീനിങ് പ്രോസസ്സൂടെ ഞാനും എൻ്റെ ഹസ്ബൻഡോട് ചേർന്നാണ് ചെയ്തത്. അത് വിസ സ്ക്രീനിങ് ആണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സ്. ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ NCLEX എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ സ്ക്രീനിങ് എടുക്കാനാണ് 6 months താമസം എടുക്കുന്നത്. സോ അത് ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ചെയ്തായതുകൊണ്ട് അത് ഞങ്ങൾക്ക് 4 to 5 months 4 to 5 months
അത് ഞങ്ങൾക്ക് കിട്ടി. അതും ഇതുപോലെ തന്നെ വിസ സ്ക്രീനിങ് CGFNസുകാരെ മൾട്ടിപ്പിൾ ടൈംസ് വിളിച്ചു കഴിഞ്ഞിട്ട് നാട്ടിലെ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് സമയത്ത് ഇവിടെ കിട്ടിയോ, നാട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് അയക്കണമായിരുന്നു, കർണാടക ബോർഡ് ഓഫ് നഴ്സിംഗ് എന്ന് അയക്കണമായിരുന്നു, അവളുടെ അയർലൻഡിൽ ചെയ്തതായതുകൊണ്ട് അയർലൻഡ് ബോർഡ് ഓഫ് നഴ്സിംഗിൽ നിന്നും പേപ്പേഴ്സ് അയക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അയക്കുന്നതിനനുസരിച്ച് അവിടെയും വിളിച്ച് ചോദിക്കുമായിരുന്നു, ഇവിടെ വിളിച്ചിട്ട് ഇവർക്ക് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സംബടി പുഷ് ചെയ്യാനുള്ളതെന്നുള്ളതുകൊണ്ട് വി ഫെൽറ്റ് ഇറ്റ് ലൈക്ക് ലിറ്റിൽ ബിറ്റ് മോർ ഈസിയർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത പോലെ ഞങ്ങൾക്ക് തോന്നി. അത് കഴിഞ്ഞിട്ട് വിസ സ്ക്രീൻ എയർലി ചെയ്തതായതുകൊണ്ടാണ് മെയിൽ അവർക്ക് ഇൻ്റർവ്യൂ എഴുതി കഴിഞ്ഞിട്ട് വിതിൻ 3 months, കാരണം അവർക്ക് പിന്നെ വിസ സ്ക്രീനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട മീൻസ് അവസരം ഏജൻസിക്ക് വന്നില്ല. സോ പേപ്പർ വർക്ക്സ് എല്ലാം സ്മൂത്തായിട്ട് നടന്നു. സോ May to September അവർക്ക് പെട്ടെന്ന് പിന്നെ വിസ സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമുള്ളൂ, എംബസി ഇൻ്റർവ്യൂ. അപ്പം എംബസി ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവർക്ക് ഇവിടെ എത്താൻ വേണ്ടി സാധിച്ചത് അങ്ങനെയാണ്. നേഴ്സുമാർക്ക് ഇവിടെ വിസ സ്ക്രീൻ ഇല്ലാതെ CGFNSന്റെ വിസ സ്ക്രീൻ ഇല്ലാതെ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം ഒരു കാര്യം പറയാനുള്ളത്, NCLEX എഴുതാൻ ചില സ്റ്റേറ്റുകളിൽ IELTSന്റെ ആവശ്യമില്ല. ടെക്സാസിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എൻ്റെ ഓൾഡ് IELTSന്റെ പേപ്പർ കൊടുക്കേണ്ടത് വന്നിരുന്നു, IELTS or OET ഇംഗ്ലീഷിൻ്റെ എക്സാംസ്. പക്ഷേ വിസ സ്ക്രീനിങ്ങിനാണ് നമുക്ക് IELTSന്റെ ആവശ്യം. അത് കറണ്ട് IELTSന്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് സ്പീക്കിംഗ് 7 ആൻഡ് റെസ്റ്റ് 6.5 or 6 എന്തോ ആണ് സ്കോർ. അത് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ മനസ്സിലാകും. IELTS പ്രതി ഈസി ആയിരുന്നതുകൊണ്ട് അതിന് എളുപ്പം ഒരിക്കൽ ചെയ്ത് അയർലൻഡിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്തവരാണെങ്കിൽ ഇച്ചിരി അത് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ. ഞാൻ അമേരിക്കയിൽ എത്തിയത് കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ്. ഞാനും നാട്ടിൽ 2006 ഞാൻ നഴ്സിംഗ് കഴിഞ്ഞ ആളാണ്. അത് കഴിഞ്ഞ് 2008 അമേരിക്കയിൽ എൻ്റെ ഡാഡിയുടെ സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ഡ്രീം സ്ഥലമായിരുന്നു അമേരിക്ക വരിക എന്നുള്ളത്. 2008 ഞാൻ RN പാസ്സായി. അത് കഴിഞ്ഞിട്ട് 4 വർഷം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തു. ഞാനും ഇതുപോലെ തന്നെ H1B വിസയിൽ വരാൻ വേണ്ടി നോക്കി. ലാസ്റ്റ് മൊമെൻറ്റിൽ എൻ്റെ H1B വിസ പ്രോസസ്സിങ് എനിക്ക് ക്യാൻസലായി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരുന്ന സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നാട്ടിൽ പഠിപ്പിക്കുകയല്ലാമായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊപ്പോസൽസ് ഒക്കെ നോക്കി തുടങ്ങി കഴിഞ്ഞപ്പം എൻ്റെ ഡാഡ് സിസ്റ്റർ വഴിയാണ് എൻ്റെ ഹസ്ബൻഡ് പ്രൊപ്പോസൽ വരികയും അങ്ങനെയാണ് ഞാൻ 2012 അമേരിക്കയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം ഞാൻ കറൻ്റ്ലി ഇവിടെ വന്നു, ഹയർ സ്റ്റഡീസ് ചെയ്തു. ഇവിടെ വരുന്ന എല്ലാവർക്കും ഉള്ള അനദർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഏജ് ഈസ് നോട്ട് ലൈക്ക് ഒരു നമ്മളൊരു നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പ്രായമായി നമുക്കിനി മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഏജ് ഒരു ബാരിയർ അല്ല. ഞാൻ കഴിഞ്ഞ വർഷമാണ് ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഞാനിപ്പം സൈക്യാട്രിക് നഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുന്നു. ബെഡ് സൈഡ് ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കും ഒരു ബിഗ് മോട്ടിവേഷനാണ്. ഐ വുഡ് ഓൾവേസ് സേ ഡ്രീം ഹൈ. നിങ്ങൾ മുന്നോട്ട് പഠിക്കണം. എത്രമാത്രം എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കത്തില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു പോകും. ഇറ്റ്സ് ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയാണെങ്കിൽ പാർട്ട് ടൈമായിട്ട് പഠിക്കാം. ഞാൻ 2 കുഞ്ഞുങ്ങളെയുമായിട്ട് തന്നെയാണ് പാർട്ട് ടൈമിൽ ഓരോ ക്ലാസ്സസ് വെച്ചെടുത്ത് 3 വർഷം കൊണ്ടാണ് എൻ്റെ ക്ലാസ്സസ് തീർത്തത്. അങ്ങനെ ഞാൻ ഹയർ സ്റ്റഡീസ് എടുത്ത ആളാണ്. സോ ദാറ്റ് സംതിങ് ലൈക്ക് എനിബഡി എൽസ് ക്യാൻ ഡു ഇറ്റ് ടു. ഞാൻ ഇവളെ ഇപ്പം വന്നു കഴിഞ്ഞ് 1 ഇയറിനുള്ള അവളെ എന്തെങ്കിലും അക്യൂട്ട് ലൈക്ക് നഴ്സ് പ്രാക്ടീഷണറോ ഏതെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡിലോട്ട് ഹയർ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യിപ്പിക്കാനാണ് എൻ്റെ പ്ലാന്. Okay. Happy Christmas. Merry Christmas for everybody and Happy New Year. Thank you so much.